ദൈവത്തിന് സമർപ്പിച്ച ആ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൈവത്തിന് സമർപ്പിച്ച വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവിത്രമായ ഭവനത്തിൽ പ്രാർത്ഥനാ മുറി, നമ്മുടെ ഭവനം വെഞ്ചരിച്ച സ്ഥലം, നമ്മുടെ ഇടവക ദേവാലയം, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെയുള്ള അന്യദൈവങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇത് ഓണക്കളിയോ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതൊന്നും പള്ളിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഇത് നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് വേർതിരിച്ച് വിശുദ്ധമാക്കിയ സ്ഥലത്തേക്ക് അത് കൊണ്ടുവരാൻ പാടില്ല. 28-ാമത്തെ വാക്യത്തിൽ എന്താ പറയണത്? 12:28 നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം. അതൊക്കെ ഭാഗികമായി ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോരാ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഇഷ്ടം, കുറച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ഇത് എന്താ ഈ 2 വണ്ടത്തിൽ കാല് വെക്കണത്? ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധ കൊടുക്കണം. നമുക്കിഷ്ടമുള്ള ആചാരങ്ങളെല്ലാം കൂടെ അനുകരിക്കുക. അപ്പം പറയണത് എങ്ങനെയാണ്? അത് ഒരു കളി മാത്രമാണ്, അതൊരു വിരുന്ന് മാത്രമാണ്, ഞങ്ങൾ ആരാധിക്കുന്നൊന്നുമില്ല, ഞങ്ങളൊന്നും ആരാധിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങളൊരു കളി കളിക്കുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സാറ്, കളി കളിക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ അല്ല നമ്മുടെ വിഷയം. അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ലേവ്യരുടെ പുസ്തകം 5:17 എന്താ പഠിപ്പിക്കുന്നത്? ലേവ്യർ 5:17 പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ, അത് പഠിക്കാതെയാണ്, അത് അറിഞ്ഞിട്ടില്ല, അതിൻ്റെ ഹിസ്റ്ററി അറിയാൻ പാടില്ലായിരുന്നു, അത് അറിയാതെയാണ് അതൊക്കെ ഞങ്ങൾ ചാടി മറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞാലും അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ്. അവൻ തൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിയായിരിക്കും. പുറപ്പാട് 23:24 നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ആരാധിക്കുന്നില്ല, അതാണ് ഒരുപാട് വിശ്വാസികൾ പറയണത്, ഞങ്ങൾ ആരാധിക്കുന്നില്ല. അങ്ങനെ ചില ആചാരങ്ങളൊക്കെ നമ്മൾ അടുത്ത വാക്യം എന്താ പറയണത്? ആരാധിക്കാതിരുന്നാൽ മാത്രം പോരാ, വേറെ ഒരു കാര്യം കൊണ്ട് കർത്താവ് നിരോധിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? നീ ഇമിറ്റേറ്റ് ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ പോലെ ഇവിടെ കൊടുന്ന് പള്ളിയിൽ ഇതൊക്കെ ചെയ്യുക. നീ ഇമിറ്റേറ്റ് ചെയ്യരുത് പള്ളിയിൽ കൊടുന്നിട്ട്. അങ്ങനെ നമ്മൾ അത് സാരമൊന്നുമില്ല, ഞാൻ ക്രിസ്ത്യാനി, എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഇളകി വശായെന്ന് വിചാരിക്കുകയും